ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിണ്ണങ്കാച്ചി ഐറ്റവുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചൂടയിലേക്ക് 2 വലിയ സവാള കനം കുറച്ചരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, 2 തക്കാളി കനം കുറച്ചരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതൊരുമിച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് വേവിച്ചുടച്ച് വെച്ച കപ്പൊടി ചേർത്ത് സവാള കുത്തിരിഞ്ഞത്, 5 മുട്ട പുഴുങ്ങിയതാണ് ഞാനിവിടെ ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.